കശ്മീരിലേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്തുവെന്ന കേസിൽ തടിയന്റെവിട നസീറും സഫ്രാസ് നവാസും ഉൾപ്പെടെ 13 പ്രതികൾ കുറ്റക്കാരാണെന്ന് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി കണ്ടെത്തി. 5 പേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. കേസിലെ 15ാം പ്രതി അബ്ദുൾ ജബ്ബാർ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തി. മറ്റുള്ളവർ ഗൂഢാലോചനയിൽ പങ്കാളികളായതായും കോടതി വിലയിരുത്തി. നിരവധി തീവ്രവാദ കേസുകളിലെ പ്രതിയായ തടിയന്റെവിട നസീർ ഉൾപ്പെടെ 13 പ്രതികളെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. 15ാം പ്രതി അബ്ദുൾ ജബ്ബാർ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തി. മറ്റുള്ളവർ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളായി. കേസിലെ 1ാം പ്രതി അബ്ദുൾ ജലീലിന്റെ ടെലിഫോൺ വിവരങ്ങളും കേസിൽ നിർണായക തെളിവായി. ജമ്മു കാശ്മീരിൽ നടത്തിയ ക്യാമ്പിൽ പങ്കെടുത്തവരുടെ മൊഴികളും പ്രതികളിൽ ചിലർ ഡൽഹിയിൽ കഴിയുമ്പോൾ ഉള്ള CCTV ദൃശ്യങ്ങളും പ്രധാനപ്പെട്ട തെളിവായി പരിഗണിച്ചു. ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത അതിർത്തി സേനാംഗങ്ങളുടെയും പോലീസുകാരുടെയും മൊഴികളും കോടതി കണക്കിലെടുത്തു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ കോടതി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. അൺലോഫുൾ അസംബ്ലീസ് ആക്ട് 18 പ്രകാരം എല്ലാവരെയും കോൺസ്പിറസിയിലാണ് എല്ലാവരും കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ളത്. അത് പ്രകാരം ഈ പറഞ്ഞ 13 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്. കേസിലെ 13ാം പ്രതി ബദറുദ്ദീൻ, 14ാം പ്രതി നൈനാൽ, 17, 18, 19 പ്രതികളായ PK അനസ്, EK ഷിനിച്ച്, അബ്ദുൽ ഹമീദ് എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. കേസിൽ എറണാകുളം പ്രത്യേക NIA കോടതി ജഡ്ജി S. വിജയകുമാർ വെള്ളിയാഴ്ച വിധി പറയും. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 4 മലയാളി യുവാക്കൾ കശ്മീരിൽ അതിർത്തി സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസ് NIA ആണ് അന്വേഷിച്ചത്. മീഡിയ 1 കൊച്ചി. കേരള കൾച്ചറൽ ആൻഡ് സോഷ്യൽ അസോസിയേഷന്റെ കീഴിൽ 11ാം തീയതി ക്ലാസിക്കൽ നൃത്തവും സംഗീത പരിപാടിയും സംഘടിപ്പിക്കുന്നു. ദോഹയിലെ സൂഖ് വാക്കിഫിലുള്ള അൽ റയാൻ തിയേറ്ററിലാണ് പരിപാടി. സിനിമാ താരങ്ങളായ വിനീതും ലക്ഷ്മി ഗോപാലസ്വാമിയും നയിക്കുന്ന ക്ലാസിക്കൽ ലൈവ് ഡാൻസാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണമെന്ന് സംഘാടകർ അറിയിച്ചു. ഇറാന്റെ അധീനതയിലുള്ള തങ്ങളുടെ 3 ദ്വീപുകൾ വിട്ടുതരാൻ നടപടി വേണമെന്ന് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ആവശ്യപ്പെട്ടു. അന്തർദേശീയ സമൂഹം ഇക്കാര്യത്തിൽ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. UN പൊതുസഭയ്ക്ക് മുൻപാകെ നടത്തിയ പ്രസംഗത്തിലാണ് UAE വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. UAEയിലെ ആദ്യത്തെ മനുഷ്യസഹായമില്ലാതെ വാഹനം പരിശോധിക്കുന്ന സൗകര്യം ദുബൈയിലെ അൽ ഖുസൈൽ ദുബൈ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ മതാർ അൽ തായർ ഉദ്ഘാടനം ചെയ്തു. വാഹന രജിസ്ട്രേഷനുകൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച ഈ സംവിധാനത്തിന് ക്വിക്ക് വെഹിക്കിൾ രജിസ്ട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും പുതിയ സംവിധാനം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. കുവൈത്ത് മൃഗശാലയിലേക്ക് ഒക്ടോബർ 1 മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് കാർഷിക മന്ത്രാലയത്തിലെ മൃഗപരിപാലന വിഭാഗം അറിയിച്ചു. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെയാകും സന്ദർശന സമയം. സന്ദർശകർ മൃഗശാല അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മൃഗങ്ങളെ ശല്യപ്പെടുത്തരുതെന്നും അറിയിച്ചു. ഫർവാനിക്കടുത്ത് അൽ ഒമരിയയിലാണ് കാർഷിക മന്ത്രാലയത്തിന്റെ മൃഗശാല പ്രവർത്തിക്കുന്നത്. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി മസ്കറ്റിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. ഒമാനിലെ പ്രമുഖ ആശുപത്രി ശൃംഖലയായ ആസ്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ആരോഗ്യമുള്ള ഹൃദയത്തിലേക്ക് ഒരു നടപ്പാത എന്ന മുദ്രാവാക്യവുമായാണ് മസ്കത്തിലെ അസൈബ ബീച്ച് പാർക്കിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ നടത്തത്തിൽ പങ്കുചേർന്നു. ദിവസവും അരമണിക്കൂർ നേരത്തെ നടത്തവും കൊഴുപ്പില്ലാത്ത ഭക്ഷണവും ശീലമാക്കിയാൽ പ്രവാസികൾക്കിടയിലെ ഹൃദ്രോഗത്തിൻ്റെ തോത് കുറയ്ക്കാനാകുമെന്ന് ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ഷാജു പത്മം പറഞ്ഞു. അരമണിക്കൂർ ദിവസം നടക്കുക എന്നുള്ളതാണ്. അതിനുകൂടെ ഭക്ഷണക്രമവും ക്രമീകരിക്കണം. നഗരത്തിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും വാക്കത്തണിൽ അണിനിരന്നു. ഞങ്ങൾ ACC ആൻഡ് ABE സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ഈ പ്രായം മുതൽ ഹാർട്ട് സംരക്ഷിക്കാനും ഇപ്പോൾ തൊട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആസ്ട്ര COO സീനിയ ബിജു, MD ഡോക്ടർ ആഷിഖ് എന്നിവർ കൂട്ടനടത്തത്തിന് നേതൃത്വം നൽകി. മീഡിയ 1 മസ്കത്ത്. ആലപ്പുഴ ജില്ലയിലെ കുടശനാട് പ്രദേശക്കാരുടെ ദമാമിലെ കൂട്ടായ്മയായ കുടശനാട് ഓവർസീസ് സൗഹൃദ സംഘം ഓണാഘോഷം സംഘടിപ്പിച്ചു. അസീസയിലെ ഫാമിൽ നടന്ന പരിപാടിയിൽ പൂക്കളവും മാവേലിയും സമൃദ്ധമായ സദ്യയും ഓണത്തിന്റെ ഓർമ്മകളെ തിരികെ എത്തിച്ചു. ഒരു ദിവസം നീണ്ടുനിന്ന ആഘോഷത്തിൽ നാടൻ പാട്ടുകളും നൃത്തവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാംസ്കാരിക സമ്മേളനത്തിൽ സാജിദ ആറാട്ടുപുഴ ഓണസന്ദേശം നൽകി. പ്രസിഡന്റ് ജോസ് അധ്യക്ഷനായിരുന്നു. റോയി ചെറിയാൻ, കിടങ്ങൂർ വിൽസൺ എന്നിവർ ആശംസകൾ നേർന്നു. ബഹ്റൈൻ മാർത്തോമ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യക്തികളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 4 വൈകിട്ട് 5:30 ഇന്ത്യൻ സ്കൂൾ ജഷന്മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ MA യൂസഫ് അലി, ഖത്തർ ബെഹസാദ് ഗ്രൂപ്പ് ഡയറക്ടർ CK മെനോൻ, കുവൈത്ത് KGA ഗ്രൂപ്പ് MD KG എബ്രഹാം, ബഹ്റൈൻ അൽനൂർ ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ അലി ഹസൻ, അൽ നമൽ ഗ്രൂപ്പ് ചെയർമാൻ വർഗീസ് കുര്യൻ, TL വേൾഡ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് എന്നിവരെയാണ് ആദരിക്കുക.
ഇന്ത്യൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ മുഖ്യാതിഥിയായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി റവറന്റ് രഞ്ജി വർഗീസ് മല്ലപ്പള്ളി, അസിസ്റ്റന്റ് വികാരി റവർ ജേക്കബ് വി ജോർജ്, ജനറൽ കൺവീനർ MT മാത്യൂസ്, വൈസ് പ്രസിഡന്റ് കോശി സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസ് കുവൈത്തിൽ ഒരുക്കുന്ന 3-in-1 ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്റെ ഉദ്ഘാടനം ഈ മാസം 8-ന് ജോയ് ആലുക്കാസ് ബ്രാൻഡ് അംബാസിഡർ സുരേഷ് ഗോപി, ജോളി സിൽക്സ് ബ്രാൻഡ് അംബാസിഡർ വിദ്യാബാലൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ആലുക്കാസ് വാർത്താ സമ്മേളനത്തിലാണ് ഇതറിയിച്ചത്. കുവൈറ്റ് സിറ്റിയിലെ പാനസോണിക് ടവറിലാണ് ജോയ് ആലുക്കാസ് ജ്വല്ലറി, ജോളി സിൽക്സ്, ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് എന്നീ 3 സ്ഥാപനങ്ങൾ ചേരുന്ന 3-in-1 ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആരംഭിക്കുന്നത്. 2004 മുതൽ കുവൈറ്റിലെ ജ്വല്ലറി റീറ്റെയിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ജോയ് ആലുക്കാസ് ജ്വല്ലറിയോടൊപ്പം ജോളി സിൽക്സും ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ചും എത്തുന്നതോടെ കുവൈത്തിലെ ഉപഭോക്താക്കൾക്ക് വൈവിധ്യമാർന്നതും ഗുണനിലവാരമേറിയതുമായ ഷോപ്പിംഗ് അനുഭവം നൽകാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ജോയ് ആലുക്കാസ് പറഞ്ഞു. നിലവിൽ കുവൈത്തിൽ 4 ശാഖകളുള്ള ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് ഈ വർഷത്തോടെ 3 ശാഖകൾ കൂടി തുറക്കുമെന്ന് എക്സ്ചേഞ്ച് ഡയറക്ടർ ആന്റണി ജോസ് പറഞ്ഞു. GCC ഓപ്പറേഷൻസ് കോർപ്പറേറ്റ് ഫൈനാൻസ് ഹെഡ് തോമസ് സക്കറിയ, GCC ഓപ്പറേഷൻസ് റീറ്റെയിൽ മാനേജർ ഹെൻറി ജോർജ്, കുവൈത്ത് റീജിയണൽ മാനേജർ ജിപ്സൺ ജോർജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സലാല ലുലു ഹൈപ്പർ മാർക്കറ്റ് സാരി ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായി വിവിധ ഇനങ്ങളിൽ നടന്ന ഷോയിൽ നിമിഷ സിജു വിജയിയായി. സലാല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്ന സാരി ഫാഷൻ ഷോ സമാപിച്ചു. ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ റാമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട 24 മത്സരാർത്ഥികളാണ് ചുവടുവച്ചത്. ഫാൻസി, ട്രഡീഷണൽ, സിൽക്കി എന്നീ 3 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. മത്സരത്തിൽ നിമിഷ സിജു ഒന്നാമതെത്തി. ഡോക്ടർ രഞ്ജിത സാരംഗി രണ്ടാമതും സുവർണ വി കുംബാർ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ജനറൽ മാനേജർ P ഉണ്ണികൃഷ്ണൻ, മാനേജർമാരായ അബ്ദുൽ നജീബ് ഷാ, ഷാജഹാൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സബിത അഷ്റഫ്, ഹൃദ്യ എസ് മേനോൻ, ഹേമ, ചിത്ര എന്നിവർ വിധികർത്താക്കളായിരുന്നു. ഷിറിൻ അഷ്റഫായിരുന്നു അവതാരക. 100 കണക്കിന് ആളുകൾ സംബന്ധിച്ച ഷോയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മീഡിയ 1 സലാല. ഇന്നത്തെ കറൻസി നിലവാരം നോക്കാം. UAE ദിർഹം 17.1, സൗദി റിയാൽ 16.66, ഖത്തർ റിയാൽ 17.15, ബഹ്റൈൻ ദിനാർ 165.67, കുവൈറ്റ് ദിനാർ 220.71, ഒമാൻ റിയാൽ 162.21. ഇന്നത്തെ സ്വർണ്ണവില ജനങ്ങൾക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ. പനി വില്ലനായി വന്ന് ശബ്ദത്തെ ഇല്ലാതാക്കിയപ്പോൾ തളർന്നിരിക്കാൻ ഫാത്തിമയ്ക്കായില്ല. കഠിനാധ്വാനവും പ്രതീക്ഷയും കൈവിടാതെ ജീവിതത്തിൽ ലക്ഷ്യം നേടാനുള്ള ഓട്ടത്തിലാണ് കാസർഗോഡ് പാലക്കുന്ന് കാപ്പിലിലെ ഫാത്തിമ ഷിറിൻ. വൈകല്യമുള്ളവർക്ക് മാത്രമല്ല ഇല്ലാത്തവർക്കും പ്രചോദനമാണ് ഇന്ന് ഫാത്തിമ ഷിറിൻ. 5-ാം വയസ്സിൽ വന്ന മുംസ് എന്ന പനിയാണ് ഫാത്തിമയുടെ ജീവിതത്തിൽ നിന്നും ശബ്ദത്തെ ഇല്ലാതാക്കിയത്. ശ്രവണശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 5-ാം ക്ലാസ് വരെ സാധാരണ സ്കൂളിൽ പഠിച്ച ഷിറിൻ പിന്നീട് സ്പെഷ്യൽ സ്കൂളിൽ ചേർന്നു. കേൾക്കാൻ കഴിയാതായതോടെ സംസാരിക്കാനും പ്രയാസമായി. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഷിറിന്റെ പെയിന്റിങ്ങിനോടുള്ള താല്പര്യം രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞത്. പിന്നീട് എല്ലാ പ്രോത്സാഹനവും നൽകി. ചിത്രവരയിലാണെങ്കിലും പുസ്തക വായനയിലാണെങ്കിലും എത്ര പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും ഞങ്ങൾ എന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ട്. 10-ാം ക്ലാസ്സിൽ സ്പെഷ്യൽ സ്കൂൾ വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ സംസ്ഥാനത്തെ ഏക വിദ്യാർത്ഥിനിയാണ് ഷിറിൻ. സയൻസ് പഠിച്ച് എഞ്ചിനീയർ ആവാനായിരുന്നു ആഗ്രഹം. എന്നാൽ ഉത്തര കേരളത്തിൽ ബധിര വിദ്യാർത്ഥികൾക്ക് +2-ന് സയൻസ് പഠിക്കാൻ സംവിധാനമില്ല. ഫാബ്രിക് പെയിന്റിംഗ്, വെജിറ്റബിൾ പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, ത്രെഡ് വർക്ക്, എംബ്രോയിഡറി തുടങ്ങിയതിലെല്ലാം ഷിറിൻ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കി. 2010-ൽ അന്നത്തെ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരനാണ് താൻ നട്ട മാവിന് ഫാത്തിമ ഷിറിന്റെ പേര് നൽകിയത്. നടൻ മോഹൻലാൽ 4 വർഷം മുൻപ് നൽകിയ മഹാഗണിയെയും സ്കൂളിൽ നിന്നും എന്റെ മരം പദ്ധതി പ്രകാരം കിട്ടിയ നെല്ലിക്കമരത്തെയും ഷിറിൻ ഏറെ സ്നേഹത്തോടെ പരിചരിക്കുന്നു. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് വൈകല്യത്തെ പരാജയപ്പെടുത്തി ജീവിതത്തിന് വർണ്ണം നൽകുകയാണ് ഫാത്തിമ ഷിറിൻ. പ്രകൃതിയെ സ്നേഹിച്ച് നഷ്ടപ്പെട്ട ശബ്ദത്തെ തിരിച്ചുപിടിക്കുകയാണ് ഈ മിടുക്കി. ക്യാമറ പേഴ്സൺ രാജേഷിനൊപ്പം ഷെഫീഖ് നസ്രുള്ള, മീഡിയ 1.
ബി പോസിറ്റീവ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ്. വിരൽ തുമ്പിലെ സൂര്യൻ. ബ്രൈറ്റ് ലൈറ്റ്. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം, ശുഭരാത്രി.